ഒരാൾ പെറ്റപ്പോൾ മരിച്ചു, കുറേ എണ്ണം പെറ്റാണ്, അവസാനത്തെ പെറ്റപ്പോൾ മരിച്ചു. 3-4 പിള്ളേരെ തന്ന ഒരാളല്ലേ, മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള തരത്തിലേക്കുള്ള ആറ്റിറ്റ്യൂഡാണ്. ഒരു സ്ത്രീക്ക് അതിൽ കൂടുതൽ എന്ത് ചെയ്യാനായിട്ട് ഉണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഈ തീവ്ര ചിന്താഗതിയുള്ള ചില ആളുകൾക്ക്, മതത്തിലെ തീവ്ര ചിന്താഗതിയുള്ള ആളുകൾക്ക്. അവരെ സംബന്ധിച്ച് ഇങ്ങനെ പ്രസവിക്കാനുള്ളൊരു മിഷനായിട്ട് കണക്കാക്കുന്ന സമയത്ത് അവർ മാക്സിമം ചിലവ് കുറച്ചിട്ട് ഈ പരിപാടി എടുക്കാൻ നോക്കും. അതിപ്പോൾ ഏത് കൃഷിയാണെന്നുണ്ടെങ്കിലും, കൃഷിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലവ് കുറച്ച് അതിൽ നിന്ന് ബലം എടുക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ ആളുകൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു കൃഷിയിടത്തോടൊക്കെ ഉപമിച്ച ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ഇതേപോലെ ചില സിദ്ധന്മാർ, മതത്തിലെ സ്ത്രീകൾ. അപ്പോൾ അങ്ങനെയുള്ള കൃഷി ഇറക്കുന്ന ആളുകൾക്ക് നമ്മളെപ്പോലെയൊന്നുമല്ല, ജീവന് പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല. അവർക്ക് ആ ഒരു കായ്ബലം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചോയ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് അക്കൂസ് പഞ്ചറൊക്കെ താല്പര്യമുള്ള ചെറുക്കനാണോ എന്നൊക്കെ മതത്തിൽ നിന്നിട്ടൊക്കെ അത്യാവശ്യം സമാധാനപരമായിട്ട് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളൊക്കെ അന്വേഷിക്കുക. ഈ അക്കൂസ് പഞ്ചറൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വീട്ടിലേക്കൊക്കെ മക്കളെ പറഞ്ഞു വിടാതിരിക്കുക. ഈ അക്കൂസ് പഞ്ചർ എന്ന് പറയുന്ന ഒരു പരിപാടി ആൾട്ടർനേറ്റ് പരിപാടിയാണ്. ഈ ആരോഗ്യം, ഹെൽത്ത്, ജീവൻ, അതിനൊരു ആൾട്ടർനേറ്റ് പരിപാടി. ഒരു ആരിഫിൻ്റെ വീഡിയോയിൽ ആരിഫ് പറഞ്ഞതുപോലെ ആൾട്ടർനേറ്റ് സ്പേസ് ടെക്നോളജി ഇല്ല. റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴത്തേന് അതിൻ്റെ സൈഡിൽ കൂടെ ആയുർവേദ ആൾട്ടർനേറ്റ് റോക്കറ്റ് വിടാനായിട്ട് പറ്റത്തില്ല. ആരോഗ്യം, മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കുന്ന പരിപാടിക്കെല്ലാം ആൾട്ടർനേറ്റ് ഫിസിക്സ് ഇല്ല, കെമിസ്ട്രി ഇല്ല, വേറെ ഒരു പരിപാടിക്ക് ആൾട്ടർനേറ്റ് ഇല്ല. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആൾട്ടർനേറ്റ് ഉണ്ട്. ആയുർവേദം ഒക്കെ പോട്ടെ, ശരീരത്തിൻ്റെ പുറത്തൊക്കെ ആണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്തിട്ടാണ് പഴയ ഒഴിച്ചിലും പിടിച്ചിലും ഒക്കെ ഇപ്പോൾ ആൾക്കാർ നടത്തുന്നത്. അത്രയധികം ആയുർവേദമെങ്കിലും ഡെവലപ്ഡ് ആയിട്ടുണ്ട്. എന്നാൽ ഹോമിയോ ഇതുപോലുള്ള യുനാനി, അക്കൂസ് പഞ്ചർ പോലുള്ള പരിപാടികൾക്ക് അത്ര മെനക്കെടാൻ ബോധമുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് അവരിപ്പോഴും ഈ പ്രാകൃതമായിട്ടുള്ള പരിപാടികളൊക്കെയാണ്.